മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. ഏശയ്യാ 45:2. ദൈവം തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സൈറസിനെ നിയോഗിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോഴാണ് അവിടുന്ന് ഈ വാഗ്ദാനം ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. ഏശയ്യാ 45:2. നമുക്കറിയാം, ദൈവത്തെ അന്വേഷിച്ച് ഒരുവൻ യാത്ര പുറപ്പെടുമ്പോൾ, അതായത് ഏതൊരു കാര്യത്തിലും നമ്മൾ ഒരാളെ ജോലിക്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഏത് സ്ഥാപനത്തിലാണോ ജോലിക്ക് കയറുന്നത് അഥവാ ഏത് കോഴ്സാണോ പഠിക്കുന്നത്, ആ ഗുരു അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ യജമാനൻ നമുക്ക് അറിയാത്ത കാര്യത്തിന് ആദ്യം നമ്മളെ ഒന്ന് ഒരുക്കും, അല്ലേ? നമ്മൾ ഒരു ജോലിക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നമുക്കറിയാത്ത കാര്യമാണെങ്കിൽ നമുക്ക് ആദ്യം ഒരു ട്രെയിനിങ് തരും. കോഴ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നതെങ്കിൽ കോഴ്സ് പഠിക്കുന്നതിന് മുൻപ് തന്നെ അതിനെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തരും. നമ്മളെ അതിന് ആ വ്യക്തി ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടി നമ്മളെ വിളിക്കുമ്പോൾ മാമോദീസയിലൂടെ നമുക്ക് ഒരു വിളി നൽകിയിരിക്കുന്നത് കൊണ്ട് ദൈവം തന്നെ നമ്മുടെ ആത്മാവിൽ നമുക്ക് എടുത്തു കളയാൻ പറ്റാത്ത തിന്മയുടെ ആധിപത്യവും പിശാച് നമ്മുടെ ബുദ്ധിയിലും ചിന്തയിലും ജീവിതത്തിന്റെ അനുസരണക്കേടിലൂടെ വന്ന ആധിപത്യങ്ങളും എല്ലാം കർത്താവ് തന്നെ മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യുന്നത് പോലെ ഒടിച്ച് നശിപ്പിച്ച് തന്റെ വചനത്തിന്റെ നന്മ സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ പ്രാപ്തിയുള്ളവരാക്കി തീർക്കും എന്നാണ് അവിടുന്ന് ഈ വചനത്തിൽ പറയുന്നത്. ഈ വചനത്തെ നമ്മൾ ആഗ്രഹിക്കുമ്പോഴെല്ലാം നമ്മുടെ കർത്താവിനോട് ഹൃദയപൂർവ്വം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവെ, എൻ്റെ ശേഷിക്ക് അതീതമായ പിശാചിനെ ഈശോ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ ശക്തനായ ഒരുവനോട് നമ്മൾ യുദ്ധം ചെയ്യുമെങ്കിൽ അവനേക്കാൾ ശക്തനായ ഒരുവനെ നമ്മൾ കണ്ടുപിടിക്കണം. സാത്താൻ നമ്മളെക്കാൾ ശക്തനായതുകൊണ്ട് പരിശുദ്ധാത്മാവെ, നീ എന്നിൽ എഴുന്നള്ളി വരികയും എന്നെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കുകയും ഈശോയുടെ സുവിശേഷം വഹിക്കാൻ എന്നെ യോഗ്യതയുള്ള ഒരുവനാക്കി തീർക്കണമേ എന്നും പ്രാർത്ഥിക്കാം. അങ്ങനെ വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അങ്ങയോട് എപ്പോഴും ഒന്നായി തീരുവാനുമുള്ള പ്രത്യാശ എൻ്റെ ഹൃദയത്തിൽ നൽകുകയും ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.